ഹായ് നമസ്കാരം. വടക്കേല റിവ്യൂസിലേക്ക് സ്വാഗതം. കൈദി എന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രത്തിന്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. കൈദി എങ്ങനെയുണ്ട്? കൊള്ളാവോ? നല്ല പടമാണോ എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ കലക്കി, ഒരു രക്ഷയില്ല എന്നേ പറയാൻ നിർവാഹമുള്ളൂ. ഓഡിയൻസിനെ ത്രില്ലടിപ്പിക്കാൻ വേണ്ട സകല എലമെന്റും ആ ചിത്രത്തിലുണ്ട് എന്ന് അതിലെ ഓരോ സീനും കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ലോകേഷ് കനകരാജാണ് ഈ ചിത്രം എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. സസ്പെൻസുകൾ നിലനിർത്തിക്കൊണ്ട് പതിയെ ചുരുളഴിഞ്ഞു പോകുന്ന നറേഷനാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത്രമാത്രം പ്രേക്ഷകരെ ഈ ചിത്രം തിയേറ്ററിൽ പിടിച്ചിരുത്തുന്നുണ്ട്. ഇതൊരു വെറും ത്രില്ലർ മൂവി എന്ന് പറയാൻ സാധിക്കില്ല. നിറയെ ഫൈറ്റ്, ആക്ഷൻ, ചേസ് രംഗങ്ങൾ നിറഞ്ഞ ഒരു ആക്ഷൻ പാക്ക് ത്രില്ലർ എന്ന് വേണം പറയാൻ. കഥയിലെ സസ്പെൻസുകളാണ് ഈ ചിത്രത്തിന്റെ കീ ഫാക്ടർ എങ്കിൽ അതുപോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്നു ഇതിലെ സംഘടന രംഗങ്ങളും. തടവുകാരൻ എന്നതാണ് കൈദിയുടെ അർത്ഥം. ജയിൽ മോചിതനായി വരുന്ന കാർത്തിയുടെ ദില്ലി എന്ന കഥാപാത്രം ഇൻസ്പെക്ടർ ബിജോയ് എന്ന നാരായൺ ചെയ്യുന്ന കഥാപാത്രത്തെ മീറ്റ് ചെയ്യുന്നിടത്താണ് ചിത്രത്തിന്റെ പഞ്ച് ആരംഭിക്കുന്നത്. ഇവരൊരുമിച്ച് ഒരു രാത്രി നടത്തുന്ന യാത്രയും അതിനിടയ്ക്ക് നടക്കുന്ന സംഭവവികാസങ്ങളുമാണ് ഈ ചിത്രത്തിന്റെ മുഖ്യ പ്രമേയം. ഇതൊരു കാർത്തി വൺമാൻ ഷോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയാൻ സാധിക്കും. ഇതിലെ ദേന, അതുപോലെ കോൺസ്റ്റബിൾ നെപ്പോളിയനായിട്ട് ജോർജ് മാരിയൻ, ഹരീഷ് ഉത്തമൻ, ഹരീഷ് പേരാടി തുടങ്ങിയവരുടെ കോൺട്രിബ്യൂഷൻസ് ഈ ചിത്രം മികച്ചതാക്കുന്നതിൽ വളരെ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാലും എനിക്ക് പൊടിക്ക് ഇഷ്ടം കൂടുതലും വന്നത് കോൺസ്റ്റബിൾ നെപ്പോളിയൻ എന്ന കഥാപാത്രത്തെയാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ തുടക്കം മുതൽ കൊമേഡിയനായി വന്ന ഒരാളുടെ പഞ്ച് സീനും നമുക്ക് കാണാൻ സാധിക്കും. പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഈ ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രാഫി വളരെ നന്നായിരുന്നു എന്ന് വേണം പറയാൻ. മായ, തീരൻ അധികാരൻ എന്നീ ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ച സത്യൻ സൂര്യനാണ് ഈ ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നത്. ഈ ചിത്രം തീർന്നു കഴിഞ്ഞിട്ടും ഞാൻ സീറ്റ് വിട്ട് എഴുന്നേറ്റില്ല എന്നാണ് അതിന്റെ സത്യം. കാരണം അത്രമാത്രം സസ്പെൻസുകൾ പിന്നെയും ബാക്കിയായിരുന്നു. മനഃപൂർവ്വം ഇത്രമാത്രം സസ്പെൻസുകൾ ബാക്കി വെച്ചതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ട്, അതിന് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് മാർക്കിടാം. ഞങ്ങൾ ഈ ചിത്രത്തിന് കൊടുക്കുന്ന മാർക്ക് 4 out of 5. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റുകളായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് പുട്ട് ദ ബെൽ ഐക്കൺ ഫോർ ലേറ്റസ്റ്റ് മൂവി അപ്ഡേറ്റ്സ്. മറ്റൊരു ചിത്രത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.